കുറേ കാലമായിട്ട് കേറ്റകൾ നമ്മളോട് ചോദിക്കണേ ലുലുമാളൊന്ന് കാണിച്ചിരുന്നു ലുലുമാളൊന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ഒന്നും നോക്കില്ല. ഇന്ന് ഞായറാഴ്ചയാണ്, ലീവാണ്. അപ്പോൾ രാവിലെ തന്നെ നേരെ കേറ്റകളെ എല്ലാத்தைയും പിടിച്ചൊരു ബാസ്ക്കറ്റിലിട്ടിട്ട് ഒറ്റ പോക്ക്. അങ്ങനെ നമ്മൾ നേരെ ചെന്ന് വിട്ട് ലുലുവിൻ്റെ മുമ്പിൽ. അല്ലെങ്കിൽ ഈ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ നമ്മളെ കൊണ്ട് കഴിയണമെങ്കിൽ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 4 കിറ്റൻസിനെ കൊണ്ടുവന്നാണ്. അത് നല്ല ടോപ്പ് ക്വാളിറ്റി ബെസ്റ്റ് കിറ്റൻസ് ആണ്. അപ്പോൾ എന്താ ഡീറ്റെയിൽ അല്ല ഞാൻ കാണിച്ചു തരാം. പിന്നെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കാത്ത ക്യാറ്റ് പറഞ്ഞതാ ഇവനാണ്, ഈ ജിഞ്ചർ ക്യാറ്റാണ്. അപ്പോൾ ഇതിലുള്ള ക്യൂട്ടായിട്ടുള്ള എല്ലാ ക്യാറ്റ്സും ഞാൻ ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ. അപ്പോൾ ഈ ക്യാറ്റിനെ നമ്മൾ പറയുന്നത് ഡൈലൂട്ട് കാലിക്കോ എന്നാണ്. അതായത് ഒരു 3 കളർ പാറ്റേണിൽ വരുന്ന ക്യാറ്റാണ്. അതായത് ഒരു ഗ്രേ, പിന്നെ അതുപോലെ ഒരു ജിഞ്ചർ കളർ, വൈറ്റ്, ഇങ്ങനെ 3 പാറ്റേണിൽ വരുന്ന ക്യാറ്റാണ് ഡൈലൂട്ട് കാലിക്കോ. അത്യാവശ്യം നല്ല ബോൺ സൈസ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി, പിന്നെ അതുപോലത്തെ നല്ല ആക്റ്റീവ് ആൻഡ് ഫ്രണ്ട്ലി ആണ്. നല്ല ഇണക്കുള്ള ക്യാറ്റ്. പിന്നെ നമ്മൾ നേരെ ഈ ജിഞ്ചറിനെ പിടിച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല ബോൺ സൈസ്, നല്ല ആക്റ്റീവ് ആണ്, നല്ല പ്ലേഫുള്ളായ കിറ്റനാണിത്. ജിഞ്ചറിനെ പറ്റി നമുക്ക് പറയേണ്ട കാര്യമില്ല. അത്രയും ആൾക്കാർക്ക് ജിഞ്ചറിനെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാറ്റാണ് ജിഞ്ചർ എന്ന് പറഞ്ഞാൽ. കുറേ പേര് ഇപ്പോഴും നമുക്ക് ഡി എമ്മിൽ മെസ്സേജ് കൊണ്ടിരിക്കുന്നുണ്ട്, ജിഞ്ചർ ക്യാറ്റ്. നല്ല ഭംഗിയാണ് ഇവരെ കളറ് കാണാൻ. പിന്നെ അതുപോലെ ജിഞ്ചർ ക്യാറ്റിന് ഒരു പ്രത്യേക ഒരു ഇണക്കൊക്കെ, നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് അധികം പിടിച്ച് കളിക്കാനൊന്നും പറ്റില്ല. ഇടക്കൊന്നും അഗ്രസീവ് ആവും ചെയ്യും. നമ്മൾ പിന്നെ അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളൂ. പക്ഷേ ഒന്നും ഉപദ്രവിക്കൊന്നും ചെയ്യൂല. അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ക്യാറ്റാണ് ഈ ജിഞ്ചർ ക്യാറ്റ് എന്ന് പറയുന്നത്. അത് മെയിലല്ല, ഫീമെയിൽ. അപ്പോൾ അടുത്ത ക്യാറ്റാണ് നമ്മളടുത്ത് വന്നത് ടാബി. ഇതാ ഈ കളറിനാണ് ടാബി എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും ടാബി എന്താണെന്ന് അറിയില്ല. ഇതാ ഈ ഒരു പാറ്റേൺ വരുന്ന കളറിനാണ് ടാബി കളർ എന്ന് പറയല്, ടാബി കിറ്റൻ. ഈ ടാബി എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറല്ല. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതന്നെ മതി എന്നാണ്. കാരണം എത്രയോ പേര് നമ്മളോട് ഇതിൽ ചോദിക്കുന്നുണ്ട് ടാബി ഉണ്ടോ എന്ന്. നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്ന സാധനമാണ് ഇതൊക്കെ. പിന്നെ ഈ ടാബി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബോൺ സൈസും ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ ഇതിനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല ക്യൂട്ട് ഫേസ് ആണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ടാബി കളറിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് ഇപ്പോൾ ശരിക്കും ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് അറിയാനും പറ്റും. പിന്നുള്ളത് ഇതാ ഇവളാണ്. ഇത് ഫോൺ വൈറ്റ് ആണ് കളർ വരുന്നത്. ക്യൂട്ട് എന്ന് പറഞ്ഞാൽ പീക്ക് ലെവലാണ്. മത്തി പോലെ നമുക്ക് വിറ്റ് പോകുന്നൊരു സാധനം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും അഗ്രസീവ് ആവില്ല. അത്രയും നല്ല സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ക്യാരക്ടറാണ് ഈ ഫോൺ കളറിന്. മെയിൻലി നല്ല അട്രാക്റ്റീവാണ് ഇവരൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ആരായാലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് എടുത്തു പോകും, അത്രയ്ക്ക് ക്യൂട്ടാണ്. പിന്നെ നല്ല ഇണക്കമുള്ള സാധനം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാറ്റും കൂടിയാണ് ഈ ഫോൺ കളർ. അങ്ങനെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ചോദിച്ചു സാലിഗേറ്റർ അല്ലേ, നമ്മൾ ഫോളോവറാന്നൊക്കെ പറഞ്ഞിട്ട് സബ്സ്ക്രൈബർ ഒരാൾ പെട്ടെന്ന് കയറി വന്ന്. അപ്പോൾ നമ്മൾ അവൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ നാളെ ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള കിറ്റൻസിനെ നമുക്ക് പരിചയപ്പെടാം.